പലരും എ സി കുറയ്ക്കാൻ പറയുമ്പോഴത്തേന് ഇത് കണ്ടില്ല ഇങ്ങനെ ഇപ്പൊ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓടിച്ചോണ്ട് പോയിരിക്കുമ്പോൾ 2ലോ 3ലോ ഒക്കെ ആയിരിക്കും നമ്മളിങ്ങനെ ഈ ഫാൻ ഇട്ടിരിക്കുക. പലരും എ സി കുറയ്ക്കാൻ പറയുമ്പോഴത്തേന് പലരും എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ ഫാൻ ഇങ്ങനെ കുറച്ച് കളയും. നിങ്ങൾ ഇത് ഫാനിന് മാത്രമാണ് ഇത് കണ്ട് നമുക്ക് സൗണ്ട് കേൾക്കാം. ഇത് എ സി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇത് കണ്ടിട്ട് ഇവിടെ ഈ 3 നോബില് ഇങ്ങനെ അറ്റത്ത് ഇത് കണ്ടില്ല, ഈ ഒരു ഇതാണ് എ സി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ആരോ കണ്ടില്ലേ, ഈ ഒരു ആരോ ഈ നീലയിൽ ഇങ്ങനെ അറ്റത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ എ സി ആണ്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ 18 ഇടുന്ന രീതിയിൽ നമ്മളവിടെ കുറയ്ക്കാറുണ്ട്. അങ്ങനെ 24 എന്ന് പറയുന്ന പോലെ എ സി കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ 24 ആക്കുന്നത് 18 നിന്ന്. അപ്പൊ എന്ന് പറഞ്ഞാൽ 24 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ എ സി കുറയുള്ളൂ. ഇത് ഫുൾ കൂളിംഗ് ആണ്. ഇത് ഇങ്ങോട്ട് വരുന്തോറും ചൂടുമാണ്. കണ്ടല്ലേ, ഈ ആരോ എങ്ങോട്ടാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് ചൂടും തണുപ്പും അനുഭവപ്പെടും. അപ്പൊ എ സി കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഇതേ വേണം നമ്മൾ ചെയ്യാൻ കുറയ്ക്കാൻ. ഇത് ഫാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു നോബ് ഉണ്ട്. ഈ നോബിന്റെ ഓരോ ആരോയും കണ്ട ഓരോരോ പടങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇത് ഒരു മനുഷ്യന്റെ രൂപമായിട്ട് നമ്മൾ കണക്കൂട്ടുക. അതാണ് നിങ്ങൾക്ക് അത് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് മനുഷ്യന്റെ ഇത് കണ്ടല്ലോ, ഈ ഒരു ആരോ ഇത് എങ്ങോട്ടാ ഈ ആരോ കിടക്കുന്നത്, മനുഷ്യന്റെ തലയിലെ ഭാഗത്തോട്ടാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇത് കണ്ടില്ലേ, ഇത് എങ്ങോട്ടൊക്കെ കിടക്കുന്നത്, ഒരാരോ കാലിലേക്കും ഉണ്ട്, ഒരാരോ തലയിലേക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യന്റെ കാലിലേക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പടങ്ങൾ കാണുന്നു. ഇത് എന്തിന്റെയാന്ന് ചോദിച്ചാൽ ഇവിടെ വിൻഷീൽഡ് ഉണ്ട്. ഈ വിൻഷീൽഡിലേക്ക് വരുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ട്, ഈ 2 സൈഡിൽ ഹോൾ ഉണ്ട്. ആ ഹോളിൽ നിന്ന് ഇവിടോട്ട് വരുന്നത്, അതായത് നമുക്ക് മഞ്ഞും മഴയൊക്കെ വരുന്ന സമയത്ത് ഗ്ലാസ് നമുക്ക് കാണാതെ വരുന്ന സമയത്ത്, അതായത് ഫ്രണ്ട് കാണാതെ വരുന്ന സമയത്ത് മഞ്ഞൊക്കെ അടിച്ച് ഇതിലൊക്കെ ചെയ്യുന്നതാണ്. അതായത് പുക മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ആ സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഈ ഉള്ളിലും അതിന്റെ ഒരു എ സിയുടെ ആ ഒരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. ഈ ഒരു രീതി വേണം നിങ്ങൾ ഇങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നോബ് ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു നോബ് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് വാഹനത്തിനുള്ളിൽ എ സി കിട്ടാൻ വേണ്ടി. നമ്മുടെ ഒരു വാഹനത്തിന്റെ പടങ്ങൾ 2 സൈഡിൽ ഓരോന്നും ഉണ്ട്. നിങ്ങളുടെ വാഹനത്തിലൊക്കെ നോക്കി ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാകും. അതിങ്ങനെ ആരോ ഉള്ളിലൂടെ ഒരു കറക്കമുള്ള ആരോ ആണ് കിടക്കുന്നതെങ്കിൽ അത് വാഹനത്തിന്റെ ഉള്ളിൽ എ സി കിട്ടാൻ വേണ്ടിയിട്ടും. ഇത് പുറത്തുനിന്ന് ഒരു ആരോ ഉള്ളിലേക്ക് വരുന്ന ഒരു ആരോ കാണിച്ചിരുന്നു. അത് നമുക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഈ വണ്ടിക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാകുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരു വായു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം ഓടിക്കരുത്. കാരണം ഒരുപാട് പൊടികളും ഒക്കെ ഉള്ള സമയത്തോടൊക്കെ റോഡിലൂടെ പോകുന്ന സമയത്ത് പൊടിയൊക്കെ അടിക്കുമ്പോൾ അത് അടിച്ച് നമുക്ക് എ സിയുടെ ഇവിടെ ഈ ഇറസൈഡിലാണ് എ സി ഇരിക്കുക. അപ്പൊ അങ്ങോട്ട് അതിന്റെ ആ ഫിൽറ്ററിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അടഞ്ഞു പോകും. അപ്പൊ നമുക്ക് എ സി കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. അപ്പൊ ഒരുപാട് നല്ല ക്ലീനായ റോഡിലും നല്ല ശുദ്ധ വായു കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം കുറച്ചു നേരം നമ്മൾ ഈ ഇട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള വായു കൃത്യമായിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇട്ടുകൊണ്ട് വേണം ഞാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ തനിയെ വാഹനം ഓടിക്കാൻ പേടി, ലൈസൻസും കയ്യിലുണ്ട്, വാഹനം വീട്ടിലുണ്ട്, സ്വന്തമായിട്ട് വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും.